വെൽക്കം സ്റ്റുഡൻസ്. ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ആട്രീഷൻ. സാധാരണഗതിയിൽ നമ്മൾ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, വരുമാനം എന്നുള്ളൊരു അർത്ഥമാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ആട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ പൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ ലേബർ തൊഴിലാളികളുടെ പൊഴിഞ്ഞു പോക്കെന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാം. അതായത് ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഇൻഡസ്ട്രിയുടെ വർക്ക് ഫോഴ്സിൽ എത്രത്തോളം കുറവ് വന്നു അല്ലെങ്കിൽ എത്ര പേര് ഇൻഡസ്ട്രിയിൽ നിന്ന് പിരിഞ്ഞു പോയി എന്നുള്ളൊരു കണക്കെടുപ്പിനെയാണ് നമ്മൾ ശരിക്കും ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇറ്റ് റിഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ വർക്ക് ഫോഴ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. അപ്പോൾ ഒരു കണക്കെടുപ്പ് എടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ, ഒരു 6 മാസമോ ഒരു വർഷമോ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടൈം പീരീഡിനകത്ത് ഒരു വർക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ എത്രത്തോളം ചേഞ്ച് വന്നു, എത്ര പേര് മാറിപ്പോയി, എത്ര പേര് പുതിയത് വന്നു, ആ ഒരു ചേഞ്ച് തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കിക്കേ, ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ടൈം ടു ടൈം ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് വർക്ക്. അപ്പം സമയാസമയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തിൻ്റെയാണ്? ഒരു ലേബർ ഫോഴ്സിൻ്റെ. ദ റിസൾട്ട് ഫ്രം ഹയറിംഗ്, റിലീസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയി. അപ്പം ഒരു വ്യക്തിയെ ഇൻഡസ്ട്രിയിലേക്ക് എടുക്കുന്നിടം മുതൽ ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി വന്നു, ഒരു 6 മാസം കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്തു. അപ്പോൾ ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം പീരീഡിനകത്ത് എത്ര പേര് വന്നു, എത്ര പേര് പോയി, അതിനെ നമുക്ക് ലേബർ ടേൺ ഓവർ എന്ന് പറയാം. It is a measure of extent to which old employee leave and new employee enter the service of concern. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഒരു പഴയ എംപ്ലോയി ഓർഗനൈസേഷനിൽ നിന്ന് പോവുകയും പകരം ഒരു പുതിയ എംപ്ലോയി ഓർഗനൈസേഷനിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ്, എത്ര ടൈം പീരീഡ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അങ്ങനെ കണക്കെടുക്കുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആബ്സെൻറ്റീസോ ആയിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ആബ്സെൻറ്റീസോ ഇതിൽ എൻ്റർലി ഡിഫറെൻ്റ് അല്ലേ. ആബ്സെൻറ്റീസോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പർപ്പസ്ഫുള്ളി ഒരു വ്യക്തി ജോലിക്ക് വരാതിരിക്കുമ്പോഴാണ് ആബ്സെൻറ്റീസോ ആകും. പക്ഷേ ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു ആട്രീഷൻ അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ടൈം ടു ടൈം ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ദാറ്റ് റിസൾട്ട് ഫ്രം ഹയറിംഗ്, റിലീസ് ആൻഡ് replacement of employee, or it can be defined as is the old employee leave and the new employee enter in the service of a concern. ഇനി ഈ ലേബർ ടേൺ ഓവർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇല്ല, അതിന് ചില മെഷർമെൻറ്റ്സ് ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റ് നമുക്ക് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് പഠിക്കേണ്ട. 4 രീതിയിലുള്ള ഒരു മെത്തേഡ്സാണ് ഇൻഡസ്ട്രി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലേ, ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 500 1000 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡിൽ എത്ര പേര് അവിടെ നിന്ന് പൊഴിഞ്ഞു പോയെന്ന് കണ്ടുപിടിക്കാൻ അവരുടെ പേറോളൊന്നും നോക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഇൻഡസ്ട്രി പല മെത്തേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അസഷൻ മെത്തേഡ്, രണ്ടാമത് സെപ്പറേഷൻ മെത്തേഡ്, പിന്നെ കമ്പൈൻഡ് മെത്തേഡ്, പിന്നെ റീപ്ലേസ്മെൻറ്റ്. അങ്ങനെ 4 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ലേബർ ടേൺ ഓവേഴ്സിനെ ഓരോ ടൈം പീരീഡിലും കണ്ടുപിടിക്കാം. അടുത്ത കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് കോസസ്സാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ലേബർ ടേൺ ഓവർ സംഭവിക്കുന്നത്? ഇല്ല, ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പോൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ജീവിതകാലം മൊത്തം ആ ഇൻഡസ്ട്രിയിൽ നിൽക്കണമല്ലോ. പല പല കാരണങ്ങൾ കൊണ്ട് ചിലർ പിരിഞ്ഞു പോകാം, ചിലർ എന്നാൽ റിട്ടയർമെൻറ്റ് വരെ ആ കമ്പനിയിൽ തുടരാറുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇല്ലേ ഇങ്ങനൊരു ലേബർ ടേൺ ഓവർ ഉണ്ടാവുന്നത്? നോക്കിക്കേ, അപ്പം എംപ്ലോയി എയ്തർ ലീവ് എ കമ്പനി ഓഫ് ദെയർ ഓൺ ഓർ ദ ടേം. ഇല്ലേ, ഒരു എംപ്ലോയി ഇൻഡസ്ട്രിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ ഒന്നീ നമുക്ക് സ്വമേധയാ ഇപ്പോൾ എനിക്ക് ആ ജോലി എൻ്റേതായ എന്തെങ്കിലും പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യും. ഇനി തൻ്റേതല്ല ഇല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനിയായിട്ട് ഇല്ലേ ഞാൻ എന്തെങ്കിലും അവരുടെ ഓർഗനൈസേഷൻ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വയലേഷൻസ് നടത്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്നെ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ therefore ലേബർ ടേൺ ഓവർ അറൈസസ് ഡ്യൂ ടു അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ റീസൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലേബർ ടേൺ ഓവർ സംഭവിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു അവോയ്ഡബിൾ കോസസ് ആവാം, അല്ലെങ്കിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത അൺഅവോയ്ഡബിൾ കോസസ് ആവാം. അപ്പോൾ അതിനകത്തൊരു ചാർട്ട് മിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ചാർട്ടിലൊന്ന് നോക്കിക്കേ. ലേബർ ടേൺ ഓവർ മേ ബി എംപ്ലോയി ഓറിയൻറ്റഡ് പ്രോസസ്സ്. അപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഒരു എംപ്ലോയി എന്ന നിലയിൽ എൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ എംപ്ലോയറായിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ 2 കോസസ്സാണ് അവിടെ കോമൺ ആയിട്ട് പറയുന്നത്. അതിനെ അവോയ്ഡബിൾ എന്നും അൺഅവോയ്ഡബിൾ എന്നും പറഞ്ഞു. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കോമൺ ആയിട്ട് അവർ പറയുന്നത് എന്താണ്? എംപ്ലോയിയുടെ കോസസ് അല്ലെങ്കിൽ എംപ്ലോയർ ഓറിയൻറ്റഡ് കോസസ് എന്നും പറയുന്നു. ഇനി അതിനെ നമ്മൾ വീണ്ടും സബ്ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു എംപ്ലോയി ഓറിയൻറ്റഡ് കോസസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ
എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡബിൾ എന്നും അൺഅവോയ്ഡബിൾ എന്നും ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ എംപ്ലോയർ ഓറിയൻറ്റഡ് കോസസ് ആണെങ്കിൽ അവിടെയും അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡബിൾ എന്നും അൺഅവോയ്ഡബിൾ എന്നും കോസ്. അപ്പോൾ നമുക്ക് എക്സാമിന് കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് ചോദിക്കുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അവോയ്ഡബിൾ കോസസ് എന്നും അൺഅവോയ്ഡബിൾ കോസസ് എന്നും എഴുതാം. അല്ലെങ്കിൽ ഈ ചാർട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, അവോയ്ഡബിൾ കോസസ് അതിനകത്ത് then avoidable causes. Redundancy is the most significant avoidable cause of labor turnover. Workers may become redundant or surplus and have to be discharged due to seasonal nature of business, lack of demand, shortage of raw material and power, ഡിഫക്റ്റീവ് മാനേജ്മെൻറ്റ് പ്ലാനിങ് എക്സെട്ര ഇല്ലേ. അപ്പോൾ അവർ ആദ്യം പറയുന്ന ഒരു അവോയ്ഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് ഇല്ലേ. അതിനകത്ത് പറയുന്നത് എന്താണ്, റിഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഇൻഡസ്ട്രിയിൽ സീസണൽ വൈസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സീസൺ സമയത്ത് വിൽക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു 50 പേരെയോ 100 പേരെയോ താൽക്കാലികമായിട്ട് ജോലിക്ക് നിയമിക്കാറുണ്ട്. എന്നാൽ സീസൺ കഴിയുമ്പോൾ നമുക്ക് അത്രയും പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ ഒഴിവാക്കിയേ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ്, അപ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ എന്താണ്, ഒന്ന് ഈ സീസണൽ നേച്ചർ ഓഫ് ബിസിനസ്സാണ്, പിന്നെ ഡിമാൻഡ് ഇല്ലാത്ത സമയം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യത ഇല്ല. അപ്പോൾ റോ മെറ്റീരിയൽസ് ഇല്ലാത്ത സ്ഥിതിക്ക് അത്രയും ആൾക്കാർ വെറുതെ ഇരിക്കേണ്ടി വരും, കുറച്ച് പേര് മാത്രം ജോലി ചെയ്താൽ മതി. പിന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ്ങിൽ വരുന്ന ഡിഫക്റ്റീവ്നെസ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചില ആൾക്കാർ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിരിച്ചുവിടുക അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യേണ്ട ചില, ഇപ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസ് തന്നെ എന്താണ് കോൺട്രാക്റ്റിലായിരിക്കും വരുന്നത് 6 മാസത്തേക്കുള്ള ജോലി. കാരണം 6 മാസമാണ് സീസണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ജോലിയില്ല. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ജോബ്, ചില കേസുകളിൽ പറഞ്ഞ എന്താണ്, ജോലിയിലുള്ള താല്പര്യം ഇല്ലായ്മ അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ ശമ്പളം കിട്ടണം, ഇന്ന ഫെസിലിറ്റികൾ ഉണ്ടാവണം. പക്ഷേ ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടാതെ വരുമ്പോൾ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകും. പിന്നെ അതുപോലെ പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ഈ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ ആബ്സെൻറ്റീസത്തിൻ്റെ കോസത്തിലും പറഞ്ഞു ഇല്ലേ, എന്തൊക്കെയാണ് സാനിറ്റേഷൻ ആവാം, ഡ്രിങ്കിങ് വാട്ടർ, ക്യാൻറ്റീൻ, റെസ്റ്റ് റൂം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു നല്ല വർക്കിംഗ് കണ്ടീഷന് നമുക്ക് ചില ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ വേണം. അപ്പോൾ ഈ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാതെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ജോലിയിൽ നിന്ന് വിട്ടുപോകും. പിന്നെ ലോ വേജസ് ഇല്ലേ, നമുക്ക് വേജസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഡെയിലി കിട്ടുന്നതോ അല്ലെങ്കിൽ മാസം സാലറി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പിന്നെ ലോങ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയാറുണ്ട് ഇല്ലേ, അതായത് 8 മണിക്കൂർ അല്ലേ. ഒരു ഇന്ത്യൻ വർക്കറെ സംബന്ധിച്ചോളം 8 അവേഴ്സ് ഡ്യൂട്ടി ചെയ്യണം ഇല്ലേ. എന്നാൽ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഇല്ലേ, അതറിയാലോ, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ സൂപ്പർവൈസറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാവുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലൊക്കെ നമ്മളോട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ, ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആണോ ഇല്ലേ നോക്കുക. അപ്പോൾ നോക്കി വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അത് ഉപേക്ഷിക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ജോലിക്ക് കയറി 2 മാസം 3 മാസം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോയാൽ അതൊരു കാരണമായിട്ട് മാറുന്നു. ഇനി അൺഅവോയ്ഡബിൾ കോസസ് നോക്കിക്കേ. ഈ പറഞ്ഞ കോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ബെറ്റർ പ്രോസ്പെക്ട്സ് ഔട്ട്സൈഡ് ദ കൺട്രി. ഇപ്പോൾ ചില കേസുകളിൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്ത് 6 മാസം എക്സ്പീരിയൻസ് ആകുമ്പോൾ പുറത്തുള്ള കമ്പനിയിൽ നിന്ന് നമുക്ക് നല്ലൊരു ഓഫർ വരികയാണ് ഇല്ലേ. നമ്മുടെ ഈ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ ഈ ടാലൻറ്റും കുറച്ചൊരു എക്സ്പീരിയൻസും കൂടെ ആകുമ്പോൾ നല്ലൊരു എക്സ്പോഷർ പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയും അതിലേക്ക് കടക്കാറുണ്ട്. ദെൻ ഡൊമസ്റ്റിക് അഫെയർസ് ലൈക്ക് മാരേജ്, പ്രഗ്നൻസി ഇൻ കേസ് ഓഫ് വിമൻ എംപ്ലോയി ഇല്ലേ. അറിയാലോ, സ്ത്രീകളെ സംബന്ധിച്ചോളം കല്യാണത്തിന് മുൻപായിരിക്കും അവർ പക്ഷേ ജോലി ജോയിൻ ചെയ്യുന്നത്. ഇനി വിവാഹിത ആവുന്ന ദൂരെ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അവൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ അല്ലെങ്കിൽ പ്രഗ്നൻസി മൂലം യാത്ര ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം എംപ്ലോയി ടേൺ ഓവർ. അപ്പോൾ അതൊക്കെ നമുക്ക് അൺഅവോയ്ഡബിൾ കോസസിൽ കണക്കാക്കാം. ദെൻ ഇൽനെസ് ആൻഡ് ആക്സിഡൻറ്റ് കോസിങ് ഫിസിക്കൽ ഡിസബിലിറ്റി. പിന്നെ ഈ അസുഖം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പിന്നെ ആക്സിഡൻറ്റ്സ്, ഇതെല്ലാം തന്നെ എന്താണ്, നമ്മളെ ഫിസിക്കലി ഡിസേബിൾ ആക്കുകയും അത് ഓർഗനൈസേഷനിൽ പിന്നെ വരാതിരിക്കും. ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡിസേബിൾ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ജോലിയിൽ കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. പിന്നെ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്, അറിയാലോ, നമ്മൾ റിട്ടയർ ചെയ്യുക, മരണപ്പെടുക. ദെൻ അൺസ്യൂട്ടബിലിറ്റി ഫോർ ജോബ് ഓർ ഗ്രോസ് ഇൻസഫിഷ്യൻസി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, എൻ്റെ ഒരു അൺസ്യൂട്ടബിലിറ്റി, ഞാൻ പഠിച്ചതും
ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയായിട്ട് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നോക്കാമെന്ന് പറഞ്ഞായിരിക്കും കയറുന്നത്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത്. ദെൻ ഡിപ്പാച്ചർ ഫ്രം ദ സിറ്റി. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ സിറ്റിയിൽ നിന്ന് വിട്ട് നിൽക്കുകയാണെങ്കിലും ചിലർക്ക് ഇല്ലേ ഒരു ഒത്തും പിടിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് ചെല്ലുമ്പം ആഹാര രീതി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറാവും, നമുക്കത് ഇല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ജോലി വിട്ടിട്ട് വരാറുണ്ട്. പിന്നെ ഗ്രോസ് മിസ്കണ്ടക്ട് ഓർ ഇൻസബോർഡിനേഷൻ. പിന്നെ ആ സുപ്പീരിയറുമായിട്ട് വരുന്ന മിസ്കോണ്ടാക്ട്സുകളായിരിക്കും. ചിലപ്പം നമ്മളും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹറാസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇല്ലേ ഒരു ഇൻസബോർഡിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജോലി കളയാറുണ്ട്. പിന്നെ നമ്മൾ ഹൗസിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പ്രോബ്ലം, ഇല്ലേ നമുക്ക് വീടെടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ജോലിയൊക്കെ ഓക്കെ, പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാനൊരു വീട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, നമുക്ക് അവിടെ നിന്ന് വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവോയ്ഡബിൾ കോസസും ഉണ്ട്, അൺഅവോയ്ഡബിൾ കോസസും ഉണ്ട്. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അല്ലേ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോകുന്നു പറയുമ്പം ഒരു പക്ഷേ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ വർക്ക് ഫോഴ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അല്ലേ ഒരു ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര വർക്ക് ഫോഴ്സിൽ വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതിന് മെഷർ ചെയ്യാൻ 4 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രീസ്. ഏതൊക്കെ മെത്തേഡ്സ് ആണ്? അസസ്മെൻറ്റ് മെത്തേഡ്, സെപ്പറേഷൻ മെത്തേഡ്, കമ്പൈൻഡ് മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ കോസസ് ആണ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരു ലേബർ ടേൺ ഓവർ സംഭവിക്കുന്നത് ഇല്ലേ. അപ്പം കോമൺ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ അവോയ്ഡബിൾ കോസസും ഉണ്ട്, അൺഅവോയ്ഡബിൾ കോസസും ഉണ്ട് ഇല്ലേ. ഒരു അവോയ്ഡബിൾ കോസിൽ നമ്മൾ പറയുന്നത് എന്താണ്, അതിനകത്തൊരു സീസണൽ നേച്ചർ ഓഫ് വർക്ക് ആവാം, lack of demand, shortage of raw material and power, defective management planning. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ജോബ്, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ലോ വേജസ്, ലോങ് വർക്കിംഗ് അവർ, ബാഡ് റിലേഷൻ വിത്ത് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസർ എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസുകൾ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ആദ്യം മുതലേ അങ്ങ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങളെ മുൻകൂട്ടി കണ്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സീസണൽ വർക്ക് വന്നു ഇല്ലേ, ആ വർക്ക് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള വർക്കേഴ്സിന് തന്നെ ഒരു അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ഒരു ഇച്ചിരി നേരം കൂടുതൽ വർക്ക് ചെയ്യിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വൽ കോളേഴ്സിനെ വിളിക്കുമ്പോൾ ഈ സീസൺ കഴിയുമ്പോൾ നമ്മൾ അവരെ പുറത്തേക്ക് വിടുകയും പിന്നെ അപ്പോൾ അത്രയും ടേൺ ഓവർ കൂടുകയും ചെയ്യുന്നു. ഇനി അൺഅവോയ്ഡബിൾ കോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് ഇല്ലേ ചിലപ്പം സ്ത്രീകളെ സംബന്ധിച്ചോളം മാരേജോ പ്രഗ്നൻസിയോ മൂലം അവർക്ക് ജോലിയിൽ വരാൻ പറ്റാതിരിക്കുക, ആക്സിഡൻറ്റ്സ് മൂലം വരാൻ പറ്റാതിരിക്കുക, പിന്നെ റിട്ടയർമെൻറ്റ്, ഡെത്ത്, പിന്നെ എന്താണ് വീടുകളിൽ നിന്ന് ദൂരെ ജോലി ചെയ്യുന്നവരാകാം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല, ഹൗസിംഗ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അൺഅവോയ്ഡബിൾ ഇത് നമുക്ക് ഒരിക്കലും അല്ലേ, ഇപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞു ജോലിക്ക് പോകണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസ്, അല്ലെങ്കിൽ ദൂരെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു, അല്ലെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ജോലി കളഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാരണം. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എപ്പോഴും എന്തുണ്ടാവുന്നത്, ലേബർ ടേൺ ഓവേഴ്സ് സംഭവിക്കുന്നത്. അപ്പം